ഡോക്ടർ പ്രേമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഡോക്ടർ പ്രേമിന് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ആവശ്യമില്ല, എല്ലാവരും അറിയുന്ന ഒരാളാണ്. പക്ഷെ ആസ് ഐ നോ, ബ്രാൻഡ് ഒരുപാട് ബഹുമാനം തോന്നുന്ന, ലൈക്ക് എന്ത് കേൾക്കുമ്പോഴും അതിന് നമ്മളെ പിടിച്ചിരുത്താൻ കഴിവുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് കൂടുതൽ അദ്ദേഹത്തിനോട് ഇഷ്ടം. ഓഫ് കോഴ്സ് ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ബ്രാൻഡിങ്ങിനെ കുറിച്ചും ആക്ച്വലി എല്ലാം കണക്ട് ചെയ്യുന്നത്, സിനിമയെ കുറിച്ച് കണക്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം ഞാൻ കൂടുതൽ സിനിമയെക്കുറിച്ചും അത്തരം കോൺവെർസേഷൻസ് ആണ് ചെയ്യാറ്. പക്ഷെ ആക്ച്വലി കോൺവെർസേഷൻസ് ആയിട്ട് ഇൻസ്പയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഡോക്ടർ പ്രേമിനോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും അറിയാനും താല്പര്യമുണ്ട്. ഐ തോട്ട് ദാറ്റ് വിൽ ബി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഷെയർ വിത്ത് യു ഓൾസോ. ഡോക്ടർ പ്രേം, വെൽക്കം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. അങ്ങ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതുവരെയും കൊടുത്തില്ല. ബിക്കോസ് ഐ തോട്ട് ലെറ്റ് ഇറ്റ് ഇവോൾവ് ഇൻ ദ പ്രോസസ് ആസ് വി ടോക്ക്. അതിൽ ട്രാൻസ്ക്രിയേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ലൈക്ക് യു ആർ കോയിൻഡ് യുവർ ഓൺ വേർഡ് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ, ഐ മീൻ ഐ ഹവ് നോട്ട് ഹേർഡ് ദാറ്റ് ബിഫോർ. മേ ബി ഐ സ്റ്റാർട്ട് വിത്ത് സംതിങ് എൽസ്, ആസ് ഇൻ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു? ബിക്കോസ് വെൻ യു ലുക്ക് അറ്റ് യുവർ ഹോം പേജ് ഇറ്റ്സെൽഫ്, വി ക്യാൻ സീ ഹൗ വേഴ്സറ്റൈൽ യു ആർ. ഇല്ല, എനിക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ട്. ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ട്. ഞാൻ അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്നൊന്നുമില്ല, ഒരു കാലത്തും വർക്ക് ചെയ്യുന്നില്ല. അത് പണ്ടൊക്കെ പേരൽ കോളേജിൽ, വടകര മേഴ്സി കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ലിറ്റററി ക്രിറ്റിസിസം പഠിപ്പിക്കുന്നതിനിടയ്ക്ക് കുറേ സിനിമയിലെ കഥകളും കുറേ നാട്ടിൻപുറത്തെ കാര്യങ്ങളും മനോരമ വീക്കിലിയിൽ വന്ന കോമഡിനെ പറ്റിയിട്ടും ടോംസിന്റെ കാർട്ടൂണിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ എന്നോടോ എൻ്റെ പാർട്ട്ണർ ബിന്ദുവും കൂടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിക്കായിരുന്നു, മാഷ്ക്ക് എപ്പോഴാണ് ഇതൊക്കെ വായിക്കാൻ സമയമൊന്നേ? അങ്ങനെ സമയമൊന്നും വേറെ എന്നെ സ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് വായിക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ പോകുന്ന വഴിക്കും കാണുന്ന വഴിക്കൊക്കെ എനിക്ക് കാണേണ്ട സാധനങ്ങൾ ഞാനിങ്ങനെ കറക്റ്റ് റെക്കോർഡ് ചെയ്ത് ശ്രദ്ധിച്ച് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് അതവിടെ ഇങ്ങനെ പതിഞ്ഞവിടെ നിൽക്കും. പിന്നെ മാത്രമല്ല, ഞാൻ പോലും ആലോചിക്കാത്ത രീതിയിൽ എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എടുക്കും, മെമ്മറിയിലേക്ക് വരും. ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനെ എന്താ പറയുക, സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. ഇത് ലേശം സ്വയം പൊങ്ങിത്തരാണെന്ന് എനിക്കറിയില്ല. ഈ ടെലിവിഷൻ ഡിബേറ്റിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്നാവും ഈ കൗണ്ടർ വരികയോ അല്ലെങ്കിൽ അഭിലാഷിനെ പോലെയൊക്കെയുള്ള, അരുണിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് റിവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോഴാണ് ഞാനിത് എപ്പോഴായിരുന്നു ആലോചിച്ചെന്ന് തോന്നുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഇത് അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വളരെ കുറേ കൂടുതൽ സമയം ഫ്രീ ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കോളേജിൽ പോവുകയും ഇമാതിരി പണികൾ ചെയ്യുകയും കൂടി ചെയ്യുന്നത് മൊത്തം സ്ട്രെയിൻ ആവുമെന്ന് വന്നപ്പോൾ അത് ഒഴിവാക്കിയതാണ്. അങ്ങനെ കൂടുതൽ സമയമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വെബ്സൈറ്റ് കാണുന്ന സാധനങ്ങളൊക്കെ കുറേ കാലം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ പല കാലങ്ങൾ കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഇപ്പോഴും എനിക്ക് കുറെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തിരക്കുള്ള ആളല്ലെന്നൊക്കെ പറയാൻ, അങ്ങനെ തിരക്കുള്ള ആളൊന്നുമല്ല. പിന്നെ കുറെ ഫ്രീ ടൈം ഉള്ളതാ. അങ്ങനെ എന്താ പറയാ, എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ സ്വെറ്റ് ചെയ്തിട്ടൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇനി ചെയ്യാനും പോണില്ല. അത് പറയുമ്പോൾ എങ്ങനെയാണ്, ഹൗ ഇസ് ഡോക്ടർ പ്രേമിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും, നോർമൽ ഡേ? ഒരു 6:30 മണി 7 മണിക്ക് 6:30 മണിക്കൊക്കെ എണീക്കുന്നു. എണീറ്റ് ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കും, ഫേസ്ബുക്കിൽ എന്തൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ, പിന്നെ വാട്സപ്പിൽ ആരെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കും. അതാണ്. പത്രവായന ഇല്ല. ഒരുവിധപ്പെട്ട കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംശയമുള്ളോ ചെറുതൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ചാറ്റ് GPT യോടാണ് ചോദിക്കുക. കുറേ കാലമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, കുറേ കാലമായിട്ട് അത്യാവശ്യം തരക്കേടില്ലാണ്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഓർത്ത് വെക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ, എനിക്ക് പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിൻ്റെയോ അല്ലെങ്കിൽ എല്ലാവരും സാധാരണ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ആസ്പെക്ട് കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യം തോന്നുന്നു. ആ, അതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച പലപ്പോഴും അത് അവിടെ ഉണ്ടാവാറുണ്ട്. അത് അന്വേഷിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് പറയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ എന്തോ നമുക്കെന്തോ നമ്മുടെ കയ്യിൽ എന്തോ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത്. ഇതൊരു തോന്നലാണ്. പിന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുന്നു എന്നുള്ളതാ. അപ്പം അതെപ്പോഴും ഞാൻ അല്ലാതെ ഈ എന്താ പറയുക സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് കുറേ സംശയങ്ങൾ പണ്ട് ചോദിച്ചപ്പോഴൊക്കെ എൻ്റെ ബിഹേവിയറൽ സാധനങ്ങളൊക്കെ ചോദിച്ചപ്പം അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സാധനമുണ്ട്. മരണ വീട്ടിൽ പോയാൽ ഞാൻ ഒരിക്കലും എന്താ പറയുക, നമ്മൾ പറയില്ലേ മുഖം കാണുക എന്നുള്ളത്, മുഖം കാണാൻ നിൽക്കാറേയില്ല. അല്ലെങ്കിൽ ആ കറക്റ്റ് ചടങ്ങുകൾ ഞാൻ പങ്കെടുക്കാറില്ല. ഞാൻ കുറച്ച് മാറി ഒരു സ്ഥലത്ത് നിൽക്കുക ചെയ്യാം. കല്യാണത്തിന് പോയാലും അങ്ങനെ തന്നെയായിരിക്കും, കുറച്ച് ദൂരെ ഒന്ന് മാറി നിൽക്കുക ചെയ്യുക. അഥവാ ഒരു കാല് പുറത്തും ഒരു കാല് അകത്തുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ആയിരിക്കും നിൽക്കുക. അത് ഇവർ പറഞ്ഞതിന് ശേഷം ഞാൻ പണ്ട് പഠിപ്പിച്ച കോളേജിലൊക്കെ ഉള്ള ഈ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ, ഇവന്റ്സിന്റെ ഫോട്ടോസൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണും
ഒന്ന് ചെരിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നുണ്ടാവുക, ഒരു ചരിഞ്ഞിട്ട് ഒരു സൈഡിലേക്കായിട്ട്. അപ്പൊ അകത്തും അല്ല പുറത്തും അല്ല എന്നുള്ളത് അത് ത്രൂ ഔട്ട് ഉണ്ട്, എല്ലാ സാധനങ്ങളുടെ അകത്തുണ്ട്. ഞാൻ ഒരു കാലം പുറത്തിട്ടിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ഡിസഗ്രി ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉള്ള പോലെ തന്നെയാണ്. ആ ആ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പോകുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഷെഡ്യൂൾ കൊണ്ടുപോകുന്ന ആളല്ല ഞാൻ. ആൻഡ് എവറി 5 years ഐ ചേഞ്ച് മൈ മേജർ ഓക്യുപ്പേഷൻ. എവറി 5 years, മാക്സിമം 5 years. ഇപ്പം അടുത്തൊരു സാധനത്തിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയൊരു സാധനത്തിലേക്ക്. അതിനനുസരിച്ച് ബാക്കിയെല്ലാം ഒരുവിധപ്പെട്ട രീതിയിലൊക്കെ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടുകാരൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ മുട്ടില്ലാണ്ട് പോവുകയാണ്. അത് വളരെ ഇൻസൈറ്റ് ഉള്ള ഒരു കാര്യമാണ്. ജീവിതത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു രീതികൾ, നമ്മൾ വായിക്കുന്ന രീതികൾ, ഇതെല്ലാം അതിനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുക എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. ലൈക്ക് പുസ്തകങ്ങൾ, ചില പുസ്തകങ്ങൾ നമ്മൾ ഒരുപാട് മുൻപ് ഇറങ്ങിയ പുസ്തകമായിരിക്കും, ചിലപ്പോൾ അത് ആ സമയത്തായിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മുടെ കാഴ്ചപ്പാടിനെയും കൂടി ബേസ് ചെയ്തിട്ടിരിക്കും തോന്നുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് സിനിമയോട് പാഷൻ ഉണ്ട് എന്ന്, സിനിമ തിരക്കഥ എഴുതാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരുപാട് മുമ്പ് തിരക്കഥ എഴുതി. അതിനുശേഷം പുള്ളിക്ക് ആ പാഷനോട് അത്രയും പിന്നെ അടുത്ത ഇതിലേക്ക് മൂവ് ചെയ്തു. ബട്ട് സ്റ്റിൽ ഹീസ് ഗെറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ്, ലൈക്ക് ബട്ട് ഹീസ് ഡിക്ലൈനിങ് മോസ്റ്റ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് കാര്യങ്ങൾ വന്നു ചേരാന്നുള്ളത്. അപ്പോൾ അങ്ങയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാനൊരു താല്പര്യം. എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു, എന്താ പറയാ, ചെറുപ്പകാലോ ബാല്യകാലോ ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്രതീക്ഷകളേ ഉള്ളൂ, വളരെ കുറഞ്ഞ കാര്യങ്ങളെ എനിക്ക് വേണ്ടതുള്ളൂ. ഐ വിൽ ബി ഹാപ്പി. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രതീക്ഷ എന്നുള്ളത്, BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഉടനെ നാട്ടിലുള്ള, ഞാൻ വടകരയാണ്, ഏതെങ്കിലും ഒരു പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റണം. ഐ വിൽ ബി ഹാപ്പി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. റിസൾട്ട് വന്നപ്പോഴാണ് ആ ബാച്ചിൽ മടപ്പള്ളി കോളേജിൽ BA ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നത് കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ MA അഡ്മിഷൻ കിട്ടിയതാണ്. അപ്പോഴും ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, MA കഴിഞ്ഞ ഉടനെ നല്ലൊരു പാരലൽ കോളേജിൽ മാഷാവണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിന്റെ മുകളിലേക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം എല്ലാം ബോണസാണ്, എല്ലാം ബോണസാണ്. ഇത് ഇന്ത്യൻ സാധനമാണോ, ആദ്യം തന്നെ നെഗറ്റീവാണ്, പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ അർത്ഥവും വളരെ അർത്ഥമുള്ളതായിരിക്കും. അർത്ഥം എന്നുള്ളതിന്, സമ്പത്ത് എന്നുള്ളതിനും അർത്ഥം തന്നെയാണല്ലോ സംസ്കൃതത്തിലും മലയാളത്തിലുള്ള വാക്ക്. അപ്പം വലിയ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഡിനൗൺസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സാധനം എനിക്ക് തോന്നുന്നു, ഒരുവിധപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ലൈഫിന്റെ ഒരു ഹാപ്പിനെസ്സും ഫ്രീഡവും അല്ലാത്ത സമ്പത്തും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷനാണ്. അത് റെപ്യൂട്ടേഷൻ ആവാം, വിസിബിലിറ്റി ആവാം, നിങ്ങൾ വിചാരിക്കുന്ന ഫെയിം ആയിരിക്കാം, ബാങ്കിൽ കിടക്കുന്ന പൈസ ആയിരിക്കാം. അത്തരം സാധനങ്ങൾ എന്നെ അത്ര ബാധിക്കാറില്ല. അതിന്റെ അടുത്തേക്ക് പോയാലും ഞാൻ മെല്ലെ കൂളായിട്ട് തിരിച്ചു പോരാറുണ്ട്, വളരെ വളരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ. അപ്പം ഇമാതിരി സാധനങ്ങളുടെ പിന്നാൽ അധികം പോകേണ്ടതില്ല എന്ന്, ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ വളരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് എനിക്ക് അവിടെ എന്തെങ്കിലും കൃത്യമായിട്ട് ചെയ്യാനില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ മെല്ലെ ഇങ്ങോട്ട് പോരും. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോം ചെയ്ത സമയത്ത് അതിൽ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട്, അതിൻ്റെ അകത്ത് സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഗവൺമെന്റ് എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് രസം എന്ന് വെച്ചാൽ 8 പേരെ നോമിനേറ്റ് ചെയ്തതിൽ ആ ഓർഡർ ഇറക്കുന്നതിന് മുമ്പ് എൻ്റെത് മാത്രമാണ് അവിടെ ബയോഡാറ്റ ഇല്ലാതിരുന്നത്. ഡോക്ടർ പ്രേംകുമാറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഓർഡർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രിയുടെ ഓഫീസിൽ എന്നെ വിളിച്ചിട്ട് എൻ്റെ അഡ്രസ്സൊക്കെ എടുത്തായിരുന്നു. 8 പേരുടെ പോസ്റ്റിലേക്ക് എനിക്ക് തോന്നുന്നു 80-ലധികം ആളുകൾ സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1.5 വർഷമാണ് ഞാൻ അതിനകത്ത് നിന്നിട്ടുള്ളൂ. പിന്നെ സർക്കാരിലൊക്കെ വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാരെ എടുത്ത് പോയിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ ഊരി പോകുന്നതാണ്. സത്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കേരളത്തിൽ നിലവിലുള്ള സിൻഡിക്കേറ്റുകളുടെ ആക്ട്, യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ഒരു സിൻഡിക്കേറ്റ് മെമ്പർക്ക് രാജിവെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല, റെസിഗ്നേഷൻ എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അപ്പൊ ഞാൻ ഈ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തപ്പോൾ ഇത് ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. വൈസ് ചാൻസലർക്കാണോ, ചാൻസലർക്കാണോ, ഹയർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണോ. എന്നിട്ട് എനിക്ക് പകരമുള്ള പോസ്റ്റിൽ വേറെ ആളെ ഇരുത്തിയതാ. ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. ഞാൻ പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ അത്രയേ ഉള്ളൂ, മിനിമം ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ കൂളായിട്ട് പോകുന്ന ഒരാളാണ്. ഒരു 7 വർഷം മുമ്പ് ഒരു എയ്ഡഡ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിരിക്കുന്ന സമയത്ത് ഞാൻ റിസൈൻ ചെയ്തത്. വേറെ വലിയ പണികൾ ഉണ്ടായിട്ടൊന്നും അല്ല, ചുമ്മാ എൻ്റെ ബ്രാൻഡിങ് പണികളിലൊക്കെ കുറച്ചുകൂടി, അതിലാണ് കുറച്ചുകൂടി ഹാപ്പിനെസ് എന്നുള്ളത് കൊണ്ട് അതിന്ന് റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് വന്നതാണ്. അപ്പം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ഭയങ്കര
ഫൂളിഷ് ആയ ഡിസിഷൻ ആയിരുന്നു. ബട്ട് ഐ ഫീൽ കൂൾ, ഐ ഫീൽ ഹാപ്പി. അത്രയേ ഉള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ട് ഇനിയൊന്നും കാണുന്നില്ല എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല, ലൈറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് ഇങ്ങനെ രസമായിട്ട് പോവുക. നമ്മൾ നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ചെയ്താൽ മതി, ആൾക്കാർ നമ്മളെ കണ്ടുപിടിച്ചോളും. ഇപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളെ നമ്പർ എടുത്തപ്പോഴാണ് മനസ്സിലായത്, ആ ഫ്ലഡിന്റെ വീഡിയോ ഇറങ്ങിയ സമയത്ത് നിങ്ങളെ നമ്പർ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്, 358 എന്ന് പറഞ്ഞിട്ട്. അന്ന് ആളുകളുടെ പേര് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ എന്തൊക്കെയോ പറയുമോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടെത്തിയിട്ട് ഇങ്ങനെ വിളിക്കുന്നു. അല്ലാതെ ഇപ്പം അതേസമയം ഇത് വിചാരിച്ച് എനിക്ക് സന്തോഷപ്പെടാം, ആശിഷ് എന്നെ വിളിച്ചല്ലോ എന്ന്. വേറെ ആരെല്ലോ വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയും ചെയ്യാം. എന്നോട് ഇങ്ങനെ ഇന്റർവ്യൂ നടത്താൻ ദൂരദർശനം ആരും വന്നില്ലല്ലോ എന്ന് കരുതി എനിക്ക് സങ്കടപ്പെടാം. മാതൃഭൂമി എന്നെ ഇന്റർവ്യൂ നടത്തിയില്ലല്ലോ എന്ന്. അല്ല, ആശിഷ് വിളിച്ചല്ലോ എന്ന് കരുതി സന്തോഷിക്കുകയും ചെയ്യാം. ഞാൻ ഈ രണ്ടാമത്തെ സന്തോഷിക്കുന്ന ടൈപ്പാണ്. ബാക്കി ആൾക്കാർ നമ്മളെ പറ്റി എന്താ പറയുന്നതിനെ പറ്റിയിട്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ജീവിതത്തിനെ പറ്റിയുള്ള സങ്കല്പമൊന്നും ഇല്ലപ്പ. ഞാൻ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു ബൈറ്റ് കാണുമായിരുന്നു, അങ്ങയുടെ ഹോം പേജിൽ കിടക്കുന്നുണ്ടത്. അതും വളരെ, കാരണം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ്. ആൻഡ് ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് തിങ്. ആസ് ഇൻ, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസും കൂടി നോക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻസൈറ്റ്ഫുൾ അഗെയിൻ. വിൽ കം ടു ദാറ്റ്. കാരണം ആ വീഡിയോ വന്നോന്ന് എനിക്ക് അറിയില്ല. അതിൽ വന്നു 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 അല്ലേ? യെസ്. ഓക്കെ. So definitely I think all viewers should go and watch it. I also not watched. ഞാനിപ്പോ പോയി കാണും ഇത് കഴിഞ്ഞിട്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈവൻ ബ്രാൻഡിങ്ങിലേക്കും വരാം. എനിക്ക് മിസ് ആവരുത് എന്നുള്ളൊരു സംഭവം ഈ ട്രാൻസ്ക്രിയേഷന്റെ കാര്യം. എസ്പെഷ്യലി യു ഹാവ് ഓൾസോ റിട്ടൺ മോഹൻലാലിന് വേണ്ടിയും ഒക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ട്രാൻസ്ക്രിയേഷൻ ആ കോൺസെപ്റ്റിനെ കുറിച്ചും ഒന്ന് വിശദീകരിച്ചാൽ. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. BA ഇംഗ്ലീഷ് വരെ മടപ്പള്ളി കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. യാദൃശ്ചികമായിട്ടാണ് MA ഇംഗ്ലീഷ് പഠിച്ചു പോയത്. MA ഇംഗ്ലീഷിന് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു കുട്ടീനെ ഞാൻ ടൗണിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ 3-4 ദിവസം ക്ലാസ്സിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുക എന്നാണ് എനിക്കറിയാം, പക്ഷെ കല്യാണ നിശ്ചയമാണെന്നുള്ള എനിക്കറിയില്ല. എൻഗേജ്മെന്റ് ഈക്വൽസ് കല്യാണ നിശ്ചയം എന്നുള്ള അറിയില്ലായിരുന്നു. അത്ര ഇംഗ്ലീഷ് എനിക്ക് അറിയുമായിരുന്നുള്ളൂ MAക്ക് പഠിക്കുന്ന സമയത്ത്. പക്ഷെ മലയാളം വായിക്കുകയും എഴുതുകയൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ട് മലയാളത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ MPhil ഒക്കെ കഴിഞ്ഞ് PhD ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ക്യാമ്പസിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം TP രാജീവനാണ്, നമ്മുടെ നോവലിസ്റ്റ് TP രാജീവനാണ്, ഒരു രാത്രി ഒരു പുസ്തകം എൻ്റെ അടുത്ത് എടുത്തു തരുന്നത്. തോമസ് ജോസഫിന്റെ ചിത്രശലഭങ്ങളുടെ കപ്പൽ എന്ന് പറഞ്ഞ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു രാത്രി. നിങ്ങൾക്കറിയാം, പുസ്തകം എടുത്ത് വായിച്ചു നോക്കാം, അതിന്റെ മലയാളം തന്നെ അസാധ്യമായ സാധനമാണ്. ആ പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതും ആ ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് ഭീകരമായിട്ട് പോയിട്ടുള്ളതും. ഒരു 2-3 മാസം ഇരുന്ന് തലകുത്തി ആ സാധനം ചെയ്യുമായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ കാര്യങ്ങൾ കൊണ്ട് ആ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടില്ല. അത് തുടങ്ങിയിട്ടാണ് ഈ ഒരു സാധനം തുടങ്ങിയത്. പിന്നെ 4 പുസ്തകങ്ങൾ ഞാൻ തന്നെ ചൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് ആ കാലത്ത് എഴുതിയിരുന്ന പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത 10 കഥാകാരികളെ സെലക്ട് ചെയ്തിട്ട് അവരെ ട്രാൻസ്ലേറ്റ് ചെയ്തു. 9 ആളെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. 10ാമത്തെ ആൾ എന്നോട് ഭയങ്കര കാശ് ചോദിച്ചു. എൻ്റെ അടുത്ത് കൊടുക്കാൻ കാശുണ്ടായിരുന്നില്ല. അതുപോലെ സൊഫോക്കിൾസിന്റെ ആന്റിഗണി ബേസ് ചെയ്ത് ഴാൻ അനൂയി ഫ്രഞ്ച് റെസിസ്റ്റൻസിന്റെ കോണ്ടെക്സ്റ്റിൽ എഴുതിയൊരു പ്ലേ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ആ പ്ലേ വായിച്ചിട്ടുള്ള ആവേശത്തിന്റെ പുറത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. അത് പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടാൻ ഞാൻ 3 വർഷത്തോളം മെനക്കെട്ടുണ്ട്. അവസാനം അനൂയിയുടെ മകന്റെ മകനെ യാദൃശ്ചികമായിട്ട് ഒരു കോൺഫറൻസിലൊക്കെ വെച്ച് കണ്ട് അയാൾ പെർമിറ്റ് ചെയ്തിട്ടാണ് അത് മലയാളമാക്കിയത്. മലയാളത്തിൽ പബ്ലിഷ് ചെയ്തപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഭരത് മുരളി തന്നെ പുസ്തകം വായിച്ചിട്ട് ഭയങ്കര സന്തോഷം പറയുകയും അവര് കൾട്ട് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്റർ അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആകെ ഞെട്ടിപ്പോയ ഒരു സാധനമായിരുന്നു. എനിക്ക് നാടകത്തെ പറ്റി ഭയങ്കര അവഗാഹമാണെന്നുള്ള മട്ടിൽ ഒരു ചടങ്ങിൽ വെച്ചിട്ട് മുരളിയേട്ടൻ പറയുന്ന കേട്ടിട്ട് ഞാൻ ആകെ ബേജാറായി പോയിട്ടൊക്കെയാണ്. പിന്നെ അതേപോലെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഞാൻ പഠിപ്പിച്ച കോളേജിലെ കുട്ടികളുമായിട്ട് ചേർന്നുകൊണ്ട് 10 കഥകൾ, KR മീരയുടെ അടക്കമുള്ള പിന്നെ സിത്താരയുടെ അടക്കമുള്ള 10 കഥകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ പിന്നെ ഇന്ദുലേഖയുടെ ഒരു ട്രാൻസ്ലേഷനും, ഒരു അബ്രിഡ്ജ് ട്രാൻസ്ലേഷൻ. ഇത് 4 ഞാൻ ഇഷ്ടമായിട്ട് തന്നെ ചെയ്ത സാധനങ്ങളായിരുന്നു. ഞാൻ ഓരോരുത്തർക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തവർ പബ്ലിഷ് ചെയ്തു. പക്ഷെ അതിനുശേഷം ആളുകൾ എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നൊരു സാധനമാണ് ഈ മോഹൻലാലിന്റെ പുസ്തകം. പിന്നെ അതുപോലെ അതിനേക്കാളും വലിയൊരു പുസ്തകം, ഇപ്പം മെൻഷൻ ചെയ്യുന്നത് ശരിയല്ല, അദ്ദേഹം മരിച്ചുപോയി, വലിയൊരു പുസ്തകം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേറെ കാരണങ്ങളുണ്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ അതോടെ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ട്
ഒരു പുസ്തകം എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ. വേറൊരാൾ തന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. പിന്നെ അതിനുശേഷം എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ തരുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ വേറെ ഒന്ന് രണ്ട് ആൾക്കാർക്ക് കൊടുത്തു. അങ്ങനെ വലിയ ട്രാൻസ്ലേറ്റർ ആയ ഒരാളാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്മിത മീനാക്ഷി. എൻ്റെ അടുത്ത് വന്ന ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാനായോ എനിക്ക് പറ്റില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. സ്മിത ഇസ് എ വണ്ടർഫുൾ ട്രാൻസ്ലേറ്റർ. അവർ 40-50 പുസ്തകങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു അതിനുശേഷം. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ അറിയാതെ അതിൻ്റെ അടുത്ത ലെയറിലേക്ക് കോപ്പി റൈറ്റിംഗ് സാധനത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തത്, കുറച്ചുകൂടെ ചുരുങ്ങിയിട്ട്. അപ്പൊ കോപ്പി റൈറ്റിംഗ് എന്താ പറയാ, ഭയങ്കര ഇൻസ്പയറിംഗ് ആയ സാധനമായതുകൊണ്ട്, ഒരു ഭയങ്കര കോൺസെൻട്രേറ്റഡ് സാധനമായതുകൊണ്ട് ട്രാൻസ്ലേഷൻ പണി അവിടെ നിർത്തിയിട്ട് ഞാൻ കോപ്പി റൈറ്റിംഗിലേക്ക് പോയി. അതിനിടയ്ക്ക് വളരെ നല്ലോണം കാശുണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ട്രാൻസ്ലേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിന് വേണ്ടിയിട്ട്, ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട്, സംഗീത അക്കാദമി വേണ്ടിയിട്ടൊക്കെ ഫിലിമുകളുടെ സബ് ടൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കാശൊക്കെ നല്ലോണം കുറെ പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോപ്പി റൈറ്റിംഗ് സാധനത്തിലേക്ക് വന്നപ്പോഴാണ് ഈ വലിയ പരിപാടി, ട്രാൻസ്ലേഷൻ പരിപാടിയിൽ ഇഷ്ടം കുറഞ്ഞത്. ഒന്ന് ടി.പി. രാജീവന്റെ ഒരു ഉപമ എടുത്താൽ, ഒന്ന് കൊല്ലന്റെ പണിയും മറ്റേ തട്ടാന്റെ പണിയുമാണ്. കോപ്പി റൈറ്റിംഗ് തട്ടാന്റെ പണിയാണ്, സ്വർണ്ണം ഉണ്ടാക്കലാണ്. അങ്ങനെ ഞാൻ വല്ല കോപ്പി റൈറ്റിംഗിൽ പോയിട്ട് ട്രാൻസ്ലേഷൻ പണി അവിടെ നിർത്തിയത്. ഇനിയും ആ ട്രാൻസ്ലേഷൻ പണി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. മോഹൻലാലിന്റെ പുസ്തകം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ എന്തായിരുന്നു പുസ്തകം, അത് എങ്ങനെയാണ് വന്നു ചേരുന്നത്, അത് എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ്മെന്റ് ആസ് ഇൻ ടേംസ് ഓഫ്, ബിക്കോസ് പറഞ്ഞല്ലോ 4 പുസ്തകങ്ങൾ, അതിൽ തോന്നിയ താല്പര്യം അല്ലെങ്കിൽ താല്പര്യക്കുറവ്. മോഹൻലാൽ ബ്ലോക്ക് ബുക്ക് ബൈ ആൻ ആക്ടർ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതല്ല. അതൊരാൾ എന്നെ ഏൽപ്പിച്ചതാണെങ്കിലും മാതൃഭൂമി പബ്ലിക്കേഷൻസിലെ നൗഷാദ് എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെയ്ത പുസ്തകമാണ്. അത് ഞാൻ വളരെ എൻജോയ് ചെയ്ത പുസ്തകമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടം കുറച്ച് കളഞ്ഞത് അതല്ലാത്ത വേറെ 2 പുസ്തകങ്ങൾ. ഒന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ, ഉമ്മൻചാണ്ടിയുടെ ഗ്രേഷ്യസ് വോയിസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തു, കുറച്ച് പേജുകളൊക്കെ. പിന്നെയാണ് മനസ്സിലായത്, ഈ പുസ്തകത്തിനകത്തുള്ള ഗ്രേഷ്യസ് വോയിസിന്റെ അകത്തുള്ള സാധനങ്ങൾ മുഴുവൻ മറ്റാരൊക്കെയോ പലയിടത്തും മലയാളത്തിൽ എഴുതിയത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണെന്നുള്ളത്. അത് പറയാതെ ഇംഗ്ലീഷ് പുസ്തകം എന്നുള്ള രീതിയിലാണ് ദ ഗ്രേഷ്യസ് വോയിസ് എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പുസ്തകം മലയാളത്തിൽ ഗംഭീരമായിട്ട് വിൽക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹത്തെ പറ്റി ഇപ്പൊ പറയുന്ന പേര് ഞാൻ പറയുന്നില്ല. അതിലെ കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. ചില ഒരു ചാപ്റ്ററിലേക്ക് എത്തിയപ്പോൾ പല ചാപ്റ്ററിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കും. അപ്പം ഈ സംഭവത്തിൽ പറയുന്ന പേരും സ്ഥലത്തിന്റെ പേരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ ഇത് ഏകദേശം അടിച്ചു നോക്കും, അപ്പൊ കറക്റ്റ് സ്പെല്ലിംഗ് വരുമല്ലോ. അങ്ങനെ ഒരു ചാപ്റ്ററിലെത്തി, അതിനകത്ത് ഇന്ത്യയിലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയെ പറ്റിയാണ് പറയുന്നത്. അപ്പം അവരുടെ പേര്, അവരുടെ അച്ഛന്റെ പേര്, അവരുടെ സ്ഥലത്തിന്റെ പേരൊക്കെ പറയും. 3-4 തവണ ഗൂഗിളിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ആർട്ടിക്കിൾ എന്നുള്ള വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ ഗൂഗിൾ ആ ആർട്ടിക്കിൾ ഇങ്ങ് തരും, നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കൊന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആർട്ടിക്കിൾ എനിക്ക് ഇങ്ങോട്ട് വരികയാണ്. നോക്കുമ്പോൾ ആ ആർട്ടിക്കിളിന്റെ ലോകപ്രശസ്തയായിട്ടുള്ള ഒരു ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയുടെ ആർട്ടിക്കിൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കി ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ സത്യം പറയാൻ ഷോക്ക് ചെയ്ത് പോയി. അത്രയും എഡിഷൻസ് പോയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പുറത്ത് പറയാൻ തന്നെ വലിയ സംഭവമൊക്കെ ആയിരിക്കും. പിന്നെ ഇത്തരം 1-2 അനുഭവങ്ങളാണ് ഈ ട്രാൻസ്ലേഷൻ പണിയോടുള്ള ഇഷ്ടം പോയത്. മോഹൻലാലിന്റെ പുസ്തകം എന്നുള്ളത് മനോഹരമായിട്ട് എഴുതിയ പുസ്തകമാണ്. അതിൽ ബ്ലോക്ക് ബുക്ക് ബൈ ആൻ ആക്ടർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പല സാധനങ്ങളിലും ഭയങ്കര സംശയം വരുമ്പോൾ ഞാൻ ആ കാലത്ത് അദ്ദേഹത്തെ വിളിക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. സ്പോട്ടിൽ മൂപ്പര് മറുപടി പറയുകയും ചെയ്യും. എത്ര 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 ലേഖനങ്ങളുണ്ട്, എത്ര എൻട്രി ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിൽ കുറേ എണ്ണം അതിമനോഹരമാണ്. ഈ മോഹൻലാല് സംസാരിക്കുമ്പോൾ അയാളുടെ ഒരു വല്ലാത്ത ഒരു ഒരു റെയർ സ്പിരിച്വൽ സാധനമുണ്ടല്ലോ, വല്ലാത്തൊരു തരം സ്പിരിച്വൽ സാധനമുണ്ട് മോഹൻലാലിന്റെ വർത്തമാനങ്ങളിലൊക്കെ, പേഴ്സണലി സ്പീക്കിംഗ്. പിന്നെ അത് ഒരു വിധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്, ചിലതിൻ്റെ അത് ആബ്സെന്റുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില ആർട്ടിക്കിൾസിന്റെ അത് ആബ്സെന്റ് ആണ്. എന്തായിരുന്നാലും അത് വളരെ ത്രില്ലിംഗ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പുസ്തകത്തിന്റെ. ഞാൻ പറഞ്ഞത് അതല്ലാത്തതാണ്. പക്ഷെ ട്രാൻസ്ലേഷൻ മോശമായതുകൊണ്ടല്ല, എനിക്ക് അതിനേക്കാളും ഇഷ്ടമുള്ളൊരു സാധനം വേറെ കിട്ടിയതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയി എന്ന് പറയുന്നതാണ്. ട്രാൻസ്ലേഷൻ മോശമുള്ള കാര്യമില്ല. പക്ഷെ ട്രാൻസ്ലേഷൻ തിയറി എനിക്ക് അറിയേയില്ല കേട്ടോ. ഞാനത് വായിക്കാറുമില്ല, അതിനെപ്പറ്റി സംസാരിക്കാറുമില്ല. അതിൻ്റെ 1-2 സെമിനാറിനൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പൊറോട്ട ചുടുക എന്നുള്ളതിനെ പറ്റിയിട്ട് പേപ്പർ പ്രസന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല, എനിക്ക് പൊറോട്ട ചുടാനേ അറിയുള്ളൂ. അങ്ങനെയാണ് എന്നെ കണ്ടത്. അതിന്റെ തിയറി ഞാൻ പഠിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് വായിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് പണി ചെയ്യാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇപ്പൊ കൃത്യത കൊണ്ടും അതിന്റെ ബ്യൂട്ടി കൊണ്ടും അതിന്റെ വർത്ത് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോൾഡ് സ്മിത്ത് പണി എന്നുള്ള നിലയ്ക്ക്, കോപ്പി റൈറ്റിങ്ങും അതിനോടനുബന്ധിച്ച് ബ്രാൻഡിങ് എന്നുള്ള നിലയ്ക്ക് ആ രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണ്, അതില് ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? ഇതിലേക്ക് വരുന്നതും ഈ പറഞ്ഞ പോലെ വളരെ, ഞാൻ കൊണ്ടോട്ടി EMEA കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ എഴുതുമോ എന്തൊക്കെയോ ചെയ്യുകയൊക്കെ ചെയ്യും, ട്രാൻസ്ലേഷൻ പണികൾ ചെയ്യായിരുന്നു. അങ്ങനെ അന്ന് അവിടെ
കോളേജിന്റെ 25-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ, അന്നത്തെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ ക്ഷണിക്കാൻ പോകുന്നു. ആ, അഹമ്മദ് അന്ന് സെൻട്രൽ മിനിസ്റ്ററാണ്. അദ്ദേഹം ഞങ്ങളുടെ മാനേജ്മെന്റ് കമ്മിറ്റിയിലുള്ള ആളാണ്. അദ്ദേഹവും കോളേജിലെ മാനേജ്മെന്റിലുള്ള കുറെ ആളുകളോട് ഡൽഹിയിൽ ചെല്ലുന്നു. അഹമ്മദിന്റെ കെയർ ഓഫിലായതുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം വിളിച്ചിരുത്തുന്നു, കാപ്പിയൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞതിന് ശേഷം അയാൾ ചോദിച്ചു, ഗെറ്റ് മീ ദ ഓഡിയൻസ് പ്രൊഫൈൽ, ഗെറ്റ് മീ മൈ ഓഡിയൻസ് പ്രൊഫൈൽ. അപ്പൊ പോയിരിക്കുന്ന ആർക്കും ഇത് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇവരിങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയപ്പോൾ പെട്ടെന്ന് അബ്ദുൽ കലാം പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് മീറ്റ് അറ്റ് 3:30 PM, കം വിത്ത് ആൻ ഓഡിയൻസ് പ്രൊഫൈൽ. അപ്പൊ ഉടനെ ഇവരെന്താണെന്ന് മനസ്സിലാവില്ല, ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പലിനെ വിളിച്ചു ഓഡിയൻസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു ക്ലാസ് ബികോമിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഓഫീസിൽ നിന്ന് ഒരു പ്യൂൺ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട്, ക്ലാസ് ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, ലാപ്ടോപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ട് എന്താണാവോ എന്നറിയാതെ മൂപ്പരപ്പോൾ ഈ സിറ്റുവേഷൻ എന്നോട് പറഞ്ഞു, നമുക്കൊരു ഓഡിയൻസ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അബ്ദുൽ കലാമിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ മാഷേ, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സല്ലേ, ഞാൻ അതിൻ്റെ അകത്ത് ഓഡിയൻസ് പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഇതൊരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു സംഗതിയാണ്. നമ്മൾ വല്ലത് എഴുതി കൊടുത്തിട്ട് അത് നടത്താൻ പറ്റിയിട്ടെങ്കിലൊക്കെ. അപ്പോൾ പ്രിൻസിപ്പൽ വേഗം എണീറ്റ് എന്നോട് വാന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പലിന്റെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ഒരു AC റൂമുണ്ട്, മാനേജ്മെന്റ് കമ്മിറ്റി കൂടുന്നത്. അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്നോട് പറഞ്ഞു, പ്രേം, യു സ്പെൻഡ് 2 hours, നിങ്ങൾ ആ ഓഡിയൻസ് പ്രൊഫൈൽ ഒന്ന് പ്രിപ്പയർ ചെയ്യൂ, ഭക്ഷണം ഇവിടുന്ന് കഴിക്കാം, ഞാൻ 2 മണിയാകുമ്പോഴേക്ക് അയക്കാമെന്ന് ഞാൻ പറയാമെന്ന് ഈസി ആയിട്ട് എന്നോട് പറഞ്ഞു. ആൻഡ് ഐ വാസ് ലെഫ്റ്റ് ദേർ. പിന്നെ ഒരു രക്ഷയില്ലാണ്ടായാലും മനുഷ്യന്മാർ വർക്ക് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് APJ അബ്ദുൽ കലാം ഞങ്ങളുടെ കോളേജിൽ ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകാവുന്ന 500 പേരടങ്ങിയ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യും എന്നുള്ളൊരു സാധനം എഴുതി ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്തു. ഇവരിത് പ്രിന്റ് എടുത്തിട്ട് കലാമിന്റെ അടുത്ത് കൊടുത്തു. മൂപ്പരിത് ഇങ്ങനെ വായിച്ചു നോക്കി, ഡൺ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കും തിരിഞ്ഞത്, ഇങ്ങനെ ആ സാധനങ്ങൾ കോൺകോക്ട് ചെയ്ത് എഴുതാൻ എനിക്ക് അറിയാമെന്നുള്ളത്. അന്ന് അബ്ദുൽ കലാം വന്ന സമയത്ത് 500 കുട്ടികൾ മുന്നിൽ ഇരുന്നിരുന്നു. ആ കുട്ടികൾ ഞാൻ എഴുതിയ കുട്ടികളൊന്നും അല്ല. കുറെ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരാളെ കൊണ്ട് ഒരു ഡിസിഷൻ എടുപ്പിക്കാൻ ഏറ്റവും കൺവിൻസിങ് ആയ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ, അത് അസത്യമാണെന്ന് വെച്ചാൽ അസത്യമല്ലെന്നേ, അസത്യമല്ല. കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അസത്യമാണോ എന്ന് വെച്ചാൽ അസത്യമല്ല, സത്യവുമല്ല. അങ്ങനെ ദൈവത്തിന് ഒരു സംസ്ഥാനത്തിന് മാത്രം ഉണ്ടാവുമെന്നില്ലല്ലോ. പക്ഷേ ഇറ്റ്സ് എ ഹാപ്പി വേ ഓഫ് സേയിങ് തിങ്സ്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് കൺസീവ് ചെയ്ത് എഴുതാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടെന്ന് മനസ്സിലായത് അപ്പം തൊട്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താന്ന് വെച്ചാൽ, ഒരാളോട് പറഞ്ഞ കാര്യം അയാൾക്ക് ഭയങ്കര ഉപകാരമായതുകൊണ്ട് അയാൾ ഉടനെ അടുത്ത ആളോട് പറയും. അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയതാണ്. എന്നിട്ടും ഏകദേശം ഒരു ഒരു വർഷക്കാലത്തോളമൊക്കെ ഞാൻ ഇങ്ങനെ ഈ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യ കാലത്ത് ഇതിന് കാശ് വാങ്ങാറുണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായത്, ഞാൻ കാശ് വാങ്ങാതെ ചെയ്തു കൊടുക്കുന്ന സാധനം ഈ ആളുകൾ എൻ്റെ അടുത്ത് വാങ്ങുന്ന ആളുകൾ വലിയ കാശിനാണ് കൊടുക്കുന്നതെന്നുള്ളത്. ഞാൻ ഈ കോപ്പി എഴുതും, വേറെ ചില ആൾക്കാർ ഇത് ഡിസൈൻ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി. എന്താന്ന് വെച്ചാൽ, ഈ ഞാൻ വിചാരിക്കുന്ന സാധനമല്ല ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ പണി നിർത്തിയിട്ടും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് ഹോസ്റ്റലിലാണ് അന്ന് താമസിക്കുന്നത്, PhD ചെയ്യാണ് അവിടെ, ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിൽ. ഒരാൾ എൻ്റെ അടുത്തേക്ക് കയറി വന്നു, ഒരു ബഷീർ എന്ന് പറഞ്ഞ ആള്. അപ്പൊ അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഞാൻ മുമ്പേ കോപ്പി എഴുതി വേറൊരാൾ ഡിസൈൻ ചെയ്ത ഒരു ബ്രോഷർ ഇയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രോഷർ കിട്ടിയിട്ട് ഇയാൾക്ക് ഇതിന്റെ കോപ്പിയും ഡിസൈനും ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ചെയ്ത ആൾ അന്വേഷിച്ചു വന്നു, അയാളുടെ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. അയാൾ അഡ്വാൻസ് ഒക്കെ കൊടുത്തു, വർക്കൊക്കെ തുടങ്ങി. പക്ഷെ എത്രയായിട്ടും ഇതിനകത്ത് കോപ്പി ഇയാൾക്ക് മനസ്സിലാവുന്നില്ല, ഹാപ്പി ആവുന്നില്ല. നിവൃത്തിയിലാണ്ടായപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ആള്, ഞാൻ പേരുകൾ ഒഴിവാക്കുക, ഡിസൈൻ ചെയ്യുന്ന ആള് പറഞ്ഞു, ആ കോപ്പി എഴുതുന്ന ആൾ ഇപ്പൊ ഇല്ല, അയാൾ വേറെ സ്ഥലത്താണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തു. എന്നെ വിളിക്കാതെ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. രാവിലെ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഈ പണി നിർത്തിയതാണ്, എനിക്കിത് ശരിയാവില്ല. എന്താ വെച്ചാൽ ഞാൻ ഹാർമോണിയം വായിക്കുന്ന പോലെ അല്ല തബല മുട്ടുന്നതെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് എന്ന് പറഞ്ഞു. അയാൾ ഒരു വട്ടം കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മാഷെ, ഞാനിപ്പോൾ PhD തിരക്കില്ല, ആ പണി എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അയാൾ എൻ്റെ മുന്നിലെ കസേര, അയാളൊരു മാഷാണ്, ലീവ് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്തൊരു സാധനം ഉണ്ട് എന്ന് കേട്ടിട്ട് വന്നതാ ഞാൻ. നിങ്ങളോട് വർത്താനം പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളത് എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉപകാരം ഉണ്ടാവും, എൻ്റെ കൂടെയുള്ള വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉപകാരം ഉണ്ടാവും. അത് തരണോ വേണ്ടയോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതൊരു അസാധ്യ സൂഫി ലൈൻ വർത്താനമായിരുന്നു. ഞാൻ ആകെ വീണുപോയി. ഞാൻ പറഞ്ഞു, മാഷ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അതോടെ നമ്മൾ വേറൊരു ടേംസിലെത്തി. ഇയാൾ എന്നോട് പറഞ്ഞു,
നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ പണി നിർത്തുകയല്ല വേണ്ടത്. ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് ഈ പണി പറ്റുള്ളൂ, ഈ കാര്യം പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന പോലെ ചിത്രം വരയ്ക്കുന്ന ഒരാളെ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അന്നൊരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുകയായിരുന്നു. ആ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു ഒരു ബ്രോഷർ ചെയ്യാൻ ഉള്ള പണി നമ്മൾ ഏറ്റെടുത്തു. പക്ഷെ അത് അവസാനിപ്പിച്ച അയാളുടെ 9 കമ്പനികളുടെ 9 ബ്രോഷേഴ്സ് ഒന്നിച്ച് ചെയ്തിട്ടായിരുന്നു, ഒറ്റയടി. അപ്പൊ ബ്രോഷർ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഒരു പേര് എഴുതണം, എന്നൊക്കെ ഒരു പേര് എഴുതണം, ഒരു കമ്പനിയുടെ. അതിന്റെ ഒരു വർഷം മുന്നേ കൊച്ചിയിൽ തുടങ്ങാൻ പോകുന്ന ഒരു അഡ്വർടൈസിങ് ഫേമിന്, ബ്രാൻഡിങ് അഡ്വർടൈസിങ് ഫേമിന് പേര് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്ത പേരായിരുന്നു ബ്രെയിൻ വാഷ് എന്നുള്ളത്. അവർ പക്ഷെ ഈ പേര് കേട്ടിട്ട് പേടിച്ചിട്ട് ആ പേര് എടുത്തില്ല. അത് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് എഴുതിയിട്ട് അങ്ങനെ തുടങ്ങിയ സാധനമാണ്. ആദ്യത്തെ എൻ്റെ കൂടെ ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നത് സുമേഷ് ചാലിശ്ശേരി എന്ന് പറഞ്ഞ മിടുക്കനായ കക്ഷിയായിരുന്നു. ഹൈലി ക്രിയേറ്റീവ് ആണ്, പക്ഷെ തീരെ പങ്ക്ച്വൽ അല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ സ്നേഹത്തോടെ അടിച്ചു പിരിഞ്ഞു. സുമേഷ് ഇപ്പതാ കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എയ്ഡിൽ ഒരു ഗംഭീര സിനിമ ചെയ്യാൻ പോകുന്നു. അതേ സനോജിന് ശേഷം അടുത്ത സിനിമ ചെയ്യുന്നു. പക്ഷെ പറഞ്ഞ കാര്യം സമയത്ത് തരില്ല സുമേഷ്. അത് എല്ലാ ക്രിയേറ്റീവ് ആൾക്കാർക്കുള്ള കുഴപ്പമുണ്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സാധനം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ ഒരു ഘട്ടത്തിൽ 10-ലധികം സ്റ്റാഫൊക്കെ ആയിട്ട് കുറേ വളരെ വിശാലമായ രീതിയിൽ ഈ സാധനം ചെയ്തിരുന്നു. ഇപ്പൊ പക്ഷേ ഞാൻ അതിന്റെ ഒരു ത്രില്ല് കുറഞ്ഞിട്ട് വളരെ കുറച്ച് 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 കൊണ്ടുവരികയാണ്. 3-4 കമ്പനികളുടെ ബ്രാൻഡിങ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. അതായത് പണ്ടൊരു പറയാ, ആശാരിമാര് കുറച്ച് മൂത്ത് കഴിഞ്ഞാല് മരത്തിന്റെ പണിയെടുക്കില്ല, കുറ്റി അടിക്കലും കിണറിന് സ്നാനം കാണിക്കലും ഒക്കെ ആണല്ലോ. അത്തരം പണികളായിട്ട് ഞാൻ മറ്റേതിന്റെ ത്രില്ല് പോയി. ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ ഈ കാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു ഒന്ന് വിട്ട് നിന്നിട്ട് കുറച്ച് സ്ട്രാറ്റജിക് കൺസൾട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് നിൽക്കുവാണ്. AI കാലമാണ്. ഒരുപാട് മാറ്റം. ഇപ്പൊ ഒരു കാലത്ത് കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ച് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചെറുകിട ജോലികൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ മുതൽ അത്തരം കാര്യങ്ങളിലേക്ക് പോലും അതിന്റെ അതായത് ദർ ഇസ് നോ മീഡിയോക്കർ പോസിബിലിറ്റി എനിമോർ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങ് ഇത് എങ്ങനെ നോക്കിക്കാണുന്നത്? എന്റെ പേഴ്സണൽ സംഗതിയിലാണെങ്കിൽ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ഒരു ദിവസം മുഴുവനൊക്കെ പരതി കണ്ടുപിടിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. മാത്രമല്ല AI മറ്റ് സാങ്കേതികങ്ങളൊക്കെ വന്നതിന് ശേഷം ആസ് എ പ്രൊഫഷണൽ എൻ്റെ റിലവൻസ് കുറയുവാണെങ്കിൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ല. ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി, ആളുകൾക്ക് ജോലി കിട്ടണം എന്ന് കരുതിയിട്ട് ഒരു കാലത്തും ഒരു സൊസൈറ്റിക്കും ഒരു സിവിലൈസേഷനും ഒരു സ്റ്റേറ്റിനും ചേഞ്ച് വേണ്ടതില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലത്തും വന്നിട്ട് ഇന്ന് നമ്മൾ വലിയ ഡെവലപ്മെന്റ് എന്ന് കാണുന്ന വീൽ വീലില്ലാത്ത കാലമായിരുന്നെങ്കിൽ കുറെ ആളുകൾക്ക് ഇത് വലിക്കാൻ ജോലി ഉണ്ടായിരുന്നതെന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ലല്ലോ, ഒരിക്കലും ആലോചിക്കുന്നില്ല. വന്ദേ ഭാരത് വന്നില്ലായിരുന്നെങ്കിൽ എന്താ പറയുക, അതിനകത്ത് ചായ കാപ്പി പഴംപൊരി വിൽക്കുന്ന കുറെ ആളുകൾക്ക് ജോലി ഉണ്ടാവുമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. നമ്മുടെ തടിക്ക് പിടിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. AI എന്നുള്ളത് ഇത്ര ഡിസ്കഷൻ വരുന്നത്, ഡിസ്കഷൻസിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളെ ഇത് ബാധിക്കും എന്നുള്ളൊരു പേടിന്റെ മുകളിലാണ്. ഇല്ലില്ല, ഒരിക്കലുമില്ല. സാങ്കേതികത്വം എന്നുള്ളത്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് എന്നുള്ളത് എന്തായിരുന്നാലും മനുഷ്യന്മാരുടെ കപ്പാസിറ്റിന്റെ അതിനെ എയ്ഡ് ചെയ്യുന്നത് പോലെ അതൊരു അടുത്തൊരു സാധ്യതയാവുകയേ ചെയ്യുള്ളൂ. അതിനെപ്പറ്റി ഹോപ്പ്ഫുൾ ആവേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ റോൾസ് മാറിയേക്കാം, പിന്നെ ജോലികൾ മാറിയേക്കാം. ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പൊ കോഴിക്കോട് ടൗണിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഉള്ളൊരു ജോലി ഡെലിവറി ബോയ്സ് എന്നുള്ളതാണ്. 4 വർഷം മുമ്പ് നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ലാത്ത എന്തൊക്കെ സാധനങ്ങളാണ് ഡെലിവറി ചെയ്യപ്പെടുന്നത്. ഡെലിവറി ബോയ്സ് സത്യം പറഞ്ഞാൽ വളരെ ഡീസന്റ് ആയ ജോലിയുമാണ്. അത് വളരെ എന്താ പറയുക, ഹാസിൽ ഫ്രീ ആയ ജോലിയാണ്. മറ്റ് കൺവെൻഷണൽ ജോലികൾക്ക് ഇല്ലാത്ത കുറെ സൗകര്യങ്ങൾ അതിനുണ്ട്. അവർക്ക് തൊഴിൽ സുരക്ഷയുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ വേറെയാണ്, പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് എന്താ പറയുക, ആളുകൾ മുഴുവൻ ദാരിദ്ര്യത്തിലേക്കായി പോകുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിന്റെ അത്ര ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ അതെന്താ ഒരു ഭീഷണിയാണെന്നുള്ള മട്ടിൽ കാണുന്ന കൂട്ടത്തിലല്ല ഞാൻ. എനിക്കത് ഭയങ്കര ഉപകാരമാവുകയാണ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഇൻഫർമേഷൻ എടുക്കാനാണെങ്കിലും ഒക്കെ തന്നെ AI ചോദിക്കാൻ വേണ്ടി ഇപ്പൊ ഫൈനാൻഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയുള്ള ചില ഡാറ്റയൊക്കെ ഞാൻ AI നിന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അത് എടുക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. ഈ പൈസ കയ്യിൽ ഉണ്ടായിരുന്നാൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല എന്നുള്ള സാധനം ഏത് സമയത്താണെന്ന് അറിയില്ല. എനിക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് ഇങ്ങനെ കത്തിയ സാധനമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡാറ്റ എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അത് ഉപകാരമാവുക ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുവെ കേരളത്തിന്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം VK ചെറിയൻ സാറായിട്ട് സംസാരിക്കുന്നത്, അതായത് കേരളത്തിലെ ഫിലിം സൊസൈറ്റി മൂവ്മെന്റ്, ചിത്രലേഖ തുടങ്ങി ഉള്ള പ്രവർത്തിക്കുന്നവര് ഒന്നുമല്ല,
മലയാളി അത്രത്തോളം ആ, മലയാളിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഭവം, ഒരു കലാരൂപവും ഒരു വിനോദവും, ഒരു ആ, മലയാളി വേറെ രീതിയിലും കൂടി സിനിമയെ അത്തരം എസ്തറ്റിക് ഭാഷയിലും കൂടി കാണുന്ന ആളുകളാണ് മലയാളികൾ. അങ്ങയുടെ പ്രസന്റേഷനിൽ, അങ്ങയുടെ ഓരോ പ്രസന്റേഷനിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എവിടെയെങ്കിലുമൊക്കെ ഒരു സിനിമയെ സ്പർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. സിനിമ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമയെ എങ്ങനെ കാണുന്നു? മലയാള സിനിമയുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ലോക സിനിമയിലേക്ക് തന്നെ. അതിനെ കുറിച്ചൊന്ന്. ഒന്ന് ഈ ലോക സിനിമ, ഫെസ്റ്റിവൽ സിനിമ, ഇറാനിയൻ സിനിമ, തർക്കോസ്കി സിനിമ എന്നുള്ള സാധനം ഞാൻ പോയി കണ്ടിട്ടുണ്ട്, കാണാറുണ്ടായിരുന്നു ഫെസ്റ്റിവലുകൾക്കൊക്കെ തന്നെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കൾച്ചറലി കണക്ട് ചെയ്യാൻ പറ്റാറുള്ളത് നമ്മുടെ ഇവിടെയുള്ള സിനിമകൾ തന്നെയാണ്, നാട്ടിലുള്ള സിനിമകൾ തന്നെയാണ് എനിക്കിഷ്ടം, റെഫറൻസസ് ആയിട്ട് ഉപയോഗിക്കാനും. എന്താന്ന് വെച്ചാല് അതിൻ്റെ അകത്തുള്ള പല ഇൻസിഡൻസും പല റെഫറൻസും നമുക്ക് വേറെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നേ, മനോഹരമായിട്ട് വേറെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ലാസ്റ്റ് വീഡിയോയിലാണ് ചെയ്തത്. അതായത് 250 കോടി ആസ്തി ഉണ്ടെന്നാ പറയുന്നത് നന്ദകുമാർ. അപ്പൊ മോഹൻലാൽ അന്ന് ഭയങ്കര അപ്പൊളിറ്റിക്കൽ കമന്റ് ആണ്, 250 കോടി ഉണ്ടെങ്കിൽ കേരള സംസ്ഥാനം മുഴുവൻ വിലയ്ക്ക് വാങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 250 കോടി അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ 25,000 കോടി 1 ലക്ഷം കോടിയൊക്കെ ആസ്തിയുള്ള ആളുകൾ പൈസയെ പറ്റി ഭയങ്കര വെറീഡാണ്, എല്ലാ സമയവും വെറീഡാണ്. അപ്പൊ അതേസമയം 100 റുപ്യ മതി എനിക്ക് കള്ളു കുടിക്കാൻ, 4 പെഗ് അടിക്കാൻ ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങിയാൽ മതി, ടാക്സിക്കാർക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്ന ആൾക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതും അതിൻ്റെ അകത്ത് ആ സീനിൻ്റെ അകത്ത് വായിച്ചെടുക്കാൻ നമുക്ക് ഈ കോമൺ കലാരൂപങ്ങളുടെ വലിയൊരു സാധ്യത അതാ നാട്ടും പുറത്ത് പറയുന്നതിൻ്റെ അകത്തൊക്കെ. ഞാനത് കോട്ട് ചെയ്യുന്നത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എന്റെ മെമ്മറിയിലേക്ക് വളരെ പെട്ടെന്ന് വരുന്ന ഒരു സാധനമാണത്. ഞാൻ പലപ്പോഴും ഈ മാതിരി പഴയ ഹിറ്റ് സിനിമകളൊക്കെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ വളരെ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ എന്താ വെച്ചാൽ ഇതൊരു ഒരു തരം ബുദ്ധിജീവി ജാടയുടെ ഭാഗമൊക്കെ ആയിട്ടാണ്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ സിനിമയെന്ന് പറയാൻ പാടില്ല, കോമഡി എന്ന് പറയാൻ പാടില്ല, അതങ്ങ് നിക്കരാഗ്വയിലെ മറ്റേ എന്താ പറയാ ഗ്രാംഷിയൻ സ്കൂളിൽപ്പെട്ട ഒരാൾ പറഞ്ഞ ലേഖനത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്ന ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ലേ വേണ്ടത്. റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെയാണ്. ഈ ഇന്റലക്ച്വലിസം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ പോയപ്പാ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നല്ലോ, ട്രോളുകളിലൂടെ ആളുകൾ കാര്യങ്ങൾ പറയുന്ന കാലമാണ്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന കുഞ്ഞൻ നമ്പ്യാർ അതാ ചെയ്തിട്ടുള്ളത്, VKN അതാണ് ചെയ്തിട്ടുള്ളത്, സഞ്ജയൻ അതാ ചെയ്തിട്ടുള്ളത്, നല്ല വിമർശകരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും അടുത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസും സാധനങ്ങളും എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സുഖം. അത് പലപ്പോഴും ആളുകളെ ഭയങ്കര ഇൻസൾട്ടിങ് ആയി ഞാൻ അങ്ങനെ ഉപയോഗിച്ച് പോവാറുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഉപയോഗിച്ച് പോവാറുണ്ട്. അപ്പൊ ഈ അടുത്തിടെ ഒരു ടെലിവിഷൻ ചർച്ചേൻ്റെ അകത്ത് ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട് നിയോ ഫാസിസം ആണെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ മുഴുവൻ ഭയങ്കര കുഴപ്പമുണ്ടാക്കിയിരുന്നു. ഫാസിസം അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. നിയോ ഫാസിസം ഇസ് മോർ ഡേഞ്ചറസ് ദാൻ ഫാസിസം. അപ്പൊ ഞാൻ ആ ചർച്ചയിൽ 2 വട്ടം പറഞ്ഞു ഇതിനേക്കാളും കുഴപ്പം പിടിച്ച സാധനമാണ്. എന്നിട്ട് മനസ്സിലാവാത്തപ്പോ ഞാൻ പറഞ്ഞിങ്ങനെ, പ്രേമലു സിനിമയിൽ അവസാനവും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയുക, ഐ ആം ഫോളിങ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവന് മനസ്സിലാവില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ ഇതിലപ്പുറം ഇത് പറയാനാവൂല. നിയോ ഫാസിസം ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് മോർ ഡേഞ്ചറസ് ദാൻ ഫാസിസം. പക്ഷെ അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെന്നേ. അപ്പം ഈ പോപ്പുലർ ഇന്റലക്ച്വൽ എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവണമെന്നോ, ഞാൻ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്കിഷ്ടം റെഫർ ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും ഇങ്ങനെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്, കോമൺ മാൻസ് ലാംഗ്വേജ് ഇസ് ദ മോസ്റ്റ് ഫിലോസഫിക്കൽ. അങ്ങനെയും നമുക്ക് പിടിച്ചു നിൽക്കാം. ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങയുടെ പേജിൽ കൂടെ പോകുന്നപ്പോ തന്നെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ തോന്നും. ഏറ്റവും സരസമായിട്ടും ഏറ്റവും പക്ഷെ പൊളിറ്റിക്കലി വളരെ ഷാർപ്പായിട്ടും ജീവിതത്തോട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ കാര്യം പറഞ്ഞ പോലെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങ് പറയുന്നു എന്നുള്ളതും, ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നു എന്നുള്ളത് എപ്പോഴും ഒരു ആരാധന തോന്നുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ആണ്. അതുകൊണ്ടാണ് സംസാരിക്കാൻ തോന്നിയത്. പക്ഷെ ഇതോടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഇനിയും സംസാരിക്കും. ഇതിപ്പോ ഒരു സമയത്ത് കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അത് റിസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പതുക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. കൂടുതൽ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഞാൻ ബുദ്ധിമുട്ടിക്കും. വളരെ സന്തോഷം ഇടപഴകാൻ, സംസാരിക്കാൻ, ഈ സംസാരം കേൾക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.